പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുവാനായി എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണല്ലോ. ഹയർ സെക്കൻഡറി തുല്യത 1ാം വർഷം മലയാളം പരീക്ഷയോടനുബന്ധിച്ച് നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാനായി ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതട്ടെ. ഒരുപക്ഷെ നമ്മുടെ തുല്യതാ ക്ലാസ്സുകളിൽ ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ വർഷം 1ാം വർഷം മലയാളം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, ആരെഴുതിയതാണ്, അതേത് സാഹിത്യ വിഭാഗത്തിൽ വരുന്നതാണ്, അതിനകത്തെ ആശയം എന്താ, അതിനകത്തെ ഉള്ളടക്കം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1ാം വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും 14 പാഠങ്ങളാണുള്ളത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന മിക്കവാറും നിങ്ങൾ കണ്ട് കേട്ട് പരിചയിച്ച് നേരത്തെയൊക്കെ അറിഞ്ഞിട്ടുള്ള കവിതാശകലങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന തുടങ്ങി മുണ്ടശ്ശേരിയുടെ മലയാളത്തിന്റെ വേര് എന്നതുവരെ 14 പാഠഭാഗങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓരോ പാഠവും ആ പാഠഭാഗത്തിൽ എന്താണ് വരുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശ്രദ്ധാപൂർവം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയാണ് ആദ്യമായി പഠിക്കാനുള്ള പാഠഭാഗം. ജീവിതത്തിന്റെ നിരർത്ഥകതയും ജീവിത സത്യവും ഒക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായ വരികൾ ഭക്തിയിൽ ചാലിച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അനർഘ നിമിഷം എന്ന വളരെ വ്യത്യസ്തമായൊരു കഥയാണ് അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3ാമത്തെ പാഠഭാഗം എം ലീലാവതിയുടെ എഴുതിയ ഒരു പഠനഭാഗമാണ് കിളിക്കൊഞ്ചൽ. വള്ളത്തോളിന്റെ കിളിക്കൊഞ്ചൽ എന്നുള്ള കവിത നിങ്ങൾ കേട്ട് കാണും. അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ആണ് കിളിക്കൊഞ്ചൽ എന്നുള്ള ഭാഗത്തെ ലീലാവതി നടത്തിയിരിക്കുന്നത്. 4ാമത്തെ പാഠഭാഗം മഹാകവി കുമാരനാശാൻ എഴുതിയ ലീലയിൽ നിന്ന് ഉള്ള കുറച്ച് വരികളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രണയപരവശേഷുപം നിനക്കുണരുക എന്ന് തുടങ്ങുന്ന വരികൾ. അപ്പോൾ ഇത് മനോഹരമായൊരു ഖണ്ഡകാവ്യമാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാണ് കുമാരനാശാൻ. ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന ആളാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. അങ്ങനെ കുമാരനാശാന്റെ ലീലയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗം പഠിക്കാനുണ്ട്. അതുപോലെ അടുത്ത 5ാമത്തെ പാഠഭാഗം TV കൊച്ചുബാവ അദ്ദേഹം എഴുതിയ വൃത്തസദനം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിലെ കുറച്ച് ഭാഗമാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതുപോലെ സക്കറിയ എഴുതിയ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനിയാണ് 6ാമത്തെ പാഠഭാഗമായി പഠിക്കാനുള്ളത്. ഒരു യാത്രയിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണ് അതിനകത്ത് കടന്നു വരുന്നത്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളലിലെ കുറച്ച് ഭാഗമാണ് 7ാമത്തെ സഭാപ്രവേശം എന്ന പാഠഭാഗം. പാണ്ഡവന്മാർക്ക് വേണ്ടി നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൗരവന്മാർ കടന്നു വരുമ്പോഴുള്ള ആ ഒരു ഹാസ്യരംഗമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. കൗരവന്മാർ അപഹാസ്യരാകുന്നത് ഇവിടെ കാണാം. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്ത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. ആ വാസനാവികൃതി എന്ന ചെറുകഥയാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം. തുടർന്ന് EV കൃഷ്ണപിള്ളയുടെ വാക്കുകൾ എന്നുള്ള പാഠഭാഗം. 10ാമതായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകം. ഒരു വീടയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്ന് തുടങ്ങുന്ന വരികളാണ് അതിനകത്തുള്ളത്. അതുപോലെ 11ാമത്തേത് വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധ കവി വൈലോപ്പിള്ളി രചിച്ച ഉജ്ജ്വല മുഹൂർത്തം. വനവാസകാലത്ത് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്ന ശ്രീരാമ സീത ലക്ഷ്മണന്മാരെയൊക്കെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ കുറച്ച് വരികളാണ് ഉജ്ജ്വല മുഹൂർത്തം എന്ന പാഠഭാഗത്തിൽ വരുന്നത്. അതുപോലെ ഗീതാഹിരണ്യൻ രചിച്ച ശ്രീ ഭഗവതി. തുടർന്ന് പ്രൊഫസർ MK സാനുവിന്റെ രമണൻ
പ്രൊഫസർ എം കെ സാനു രചിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അതിനകത്തെ കുറച്ച് ഭാഗമാണ്. രമണൻ എഴുതാനിടയായ സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. തുടർന്ന് മുണ്ടശ്ശേരി മലയാളത്തിന്റെ വേര് എന്ന മലയാളത്തെക്കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 14 പാഠങ്ങളാണ് ഒന്നാം വർഷം മലയാളത്തിൽ, തുല്യത ഒന്നാം വർഷം മലയാളത്തിലായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വരികൾ ഏതൊക്കെയാണ്, അതുപോലെ അതിനകത്ത് വരുന്ന പ്രധാന ആശയം, ഇതിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. മനുഷ്യ ജീവിതത്തിന്റെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന ചില വരികളാണ് ആദ്യ ഭാഗത്ത് കടന്നു വരുന്നത്. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായിടുന്നിതു ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ എന്നാണ് ആദ്യ കവിതാശകലങ്ങൾ കടന്നു വരുന്നത്. ലൗകിക ജീവിതത്തില് നാം അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മാത്രമാണെന്ന് ഇവിടെ പറയുന്നു. ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. സ്ഥാനമാനങ്ങളുടെ പേരിൽ അവർ കലഹിക്കുന്നു. ഈ മതവും മത്സരങ്ങളും ഒക്കെ ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നവയാണ്. തന്റെ കർമ്മങ്ങളെയും ചുമതലകളെയും കുറിച്ചുള്ള ബോധം അതുമൂലം നഷ്ടപ്പെടുന്നു. സുന്ദരിമാരുടെ പ്രീതിക്കായി അവരുടെ വീടുകളിൽ ചെന്ന് കുരങ്ങ് കളിക്കുന്നവരെയും, കൊട്ടാരങ്ങളിൽ സേവകരായി കോലം കെട്ടി നടക്കുന്നവരെയും, ശാന്തിക്കാരായി ചമഞ്ഞു നടക്കുന്നവരെയും ഒക്കെ ഇവിടെ പൂന്താനം എടുത്തു കാട്ടുന്നുണ്ട്. അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഭാര്യയെപ്പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം സുഖങ്ങളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ എന്നൊക്കെയാണ് ഈ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത്. തുടർന്ന് നല്ല മനുഷ്യർ, സത്തുക്കളായ മനുഷ്യർ പറയുന്ന ഉപദേശങ്ങളെ പോലും കേൾക്കാതെ അഹങ്കരിച്ചു മുന്നോട്ടു പോകുന്നവരെ എടുത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെയും ഇവിടെ കാണാം. അതുപോലെ മനുഷ്യന്റെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന, എത്ര കിട്ടിയാലും അത്യാഗ്രഹത്തെ സൂചിപ്പിക്കുന്ന കുറെ വരികളും ഇവിടെ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വരികളാണ് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നത്. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നതും. മനുഷ്യന് പണം എത്ര കിട്ടിയാലും മതിയാകില്ല. അത്യാഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ജീവിത സത്യമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. സത്യമെന്നതു ബ്രഹ്മമെന്നതു തന്നെ. സത്യം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമാണ്. സത്യമെന്നതു ബ്രഹ്മം അതു തന്നെ. സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. അടുത്ത വളരെ പ്രധാനപ്പെട്ട, ഇതിൽ പറയുന്ന ഈ പ്രധാനപ്പെട്ട വരികൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അത് അവതാരണ ചോദ്യങ്ങൾ, അല്ലാത്ത ചോദ്യങ്ങൾ കടന്നു വരാം. അപ്പൊ അത്തരത്തിൽ വിവരിച്ചെഴുതേണ്ട ചോദ്യങ്ങൾ വരുമ്പോൾ 6 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ വരികളൊക്കെ കൂടി ഇടയ്ക്ക് ചേർത്ത് വെച്ച് അതിന് ആ സന്ദർഭത്തിനനുസരിച്ച് ആശയം ഉൾക്കൊണ്ട് ഇങ്ങനെ എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം.
കഴുത കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുകയാണ്. അതുപോലെയാണ് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ പണ്ഡിതന്മാര് വിദ്വാനാണെന്ന് ചിലര് നടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ജ്ഞാനപ്പാന എന്നുള്ള കൃതിക്കകത്ത് നിങ്ങളെ പാഠഭാഗങ്ങളിലൂടെ പഠിക്കാനുള്ളത്. ഇനി ഇതോടനുബന്ധിച്ച് അവതാരണ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ബ്രഹ്മാവും തനിക്കൊപ്പമാവില്ലെന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ത്? അതുപോലെ മനുഷ്യർ അഗ്നിഹോത്രം പോലുള്ള യാഗങ്ങൾ ചെയ്യുന്നത് എന്തിന്? സത്തുക്കൾ സത്യത്തെ എന്തായാണ് സങ്കല്പിക്കുന്നത്? കുങ്കുമം ചുമക്കുന്ന കഴുതയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെ? ജീവിതത്തിലെ മത്സരങ്ങളുടെ അർത്ഥശൂന്യത വെളിപ്പെടുത്തുന്ന വരികളേവ? ആയുസ് കുറയുമ്പോഴും മോഹമേറി വരുന്നതിന്റെ സൂചനയായി കവി അവതരിപ്പിച്ചിരിക്കുന്നത് എന്തല്ല? ആ വരികൾ കണ്ടെത്തി എഴുതണം. ധനസമ്പാദനത്തിന് മനുഷ്യൻ നടത്തുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുന്ന വരികൾ ഏതൊക്കെയാണ്? അപ്പൊ ഇത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ തന്നെ അതിന്റെ ഉത്തരങ്ങളും ഉത്തര സൂചികകളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാഠത്തിലൂടെ ഒന്നുകൂടി പോകുമ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗം വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അവതാരണ ചോദ്യങ്ങൾ കൂടാതെ അപഗ്രഥന ചോദ്യങ്ങൾ കുറച്ചുകൂടി വിശദമായി ഉത്തരം എഴുതേണ്ടത്, അതിന്റെ ഉത്തര സൂചിക ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വിലയിരുത്തൽ ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് 8 മാർക്കിന്റെ. അപ്പൊ അത് ആ പാഠഭാഗം ആരെഴുതിയതാണ്, അതിനകത്ത് വരുന്ന പ്രത്യേകത എന്താണ്, ആ ചോദ്യത്തിനനുസരിച്ച് കൂടി നിങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. ഒരു ചോദ്യം ഇങ്ങനെയാണ്: പൂന്താനത്തിന്റെ ഭക്തി വെളിപ്പെടുന്ന കാവ്യ സന്ദർഭങ്ങൾ കണ്ടെത്തി ഉപന്യസിക്കുക. അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എഴുതുവാനായിട്ട് സാധിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന കഥയില് മനുഷ്യ ജീവിതത്തിന്റെ ആ ജീവിതാന്ത്യ ദർശനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒടുവിൽ നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്, നീ മാത്രം എന്ന് പറഞ്ഞാണ് ഈ കഥ തുടങ്ങുന്നത്. തൻ്റെ യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നതായിട്ട് അദ്ദേഹം അനുഭവപ്പെടുന്നു. കോടാനുകോടി പേർ ജീവിച്ച ലോകത്ത് നിന്ന് താനും അപ്രത്യക്ഷമാവുന്ന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ബഷീർ അവതരിപ്പിക്കുന്ന ദർശനം വളരെ ശ്രദ്ധേയമാണ്. പ്രപഞ്ചത്തിലുള്ളതൊക്കെയും നശ്വരമാണ്, അനശ്വരമായത് ഈശ്വരൻ മാത്രം. ആ പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കലാണ് ജീവിതാഭിലാഷമെന്ന് ഇവിടെ പറയുന്നു. വേർപാടിന്റെ ചിന്താന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. തന്റെ വേദന സുഹൃത്തുക്കൾ മനസ്സിലാക്കാത്തതിൽ ബഷീറിന് വേദനയുണ്ട്. അവർ തന്റെ അരികിലെത്തി തമാശ പറയാൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നു. ആ ചിരിയിലുള്ള ദുഃഖത്തിന്റെ മുഴക്കം ആരും അറിയുന്നില്ല. നീ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു. തന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് അപ്രധാനമോ അതിപ്രധാനമോ ആയ സംഭവത്തിനിടയ്ക്കുള്ള ഒരു അവസ്ഥയാണെന്ന് ബഷീർ കരുതുന്നുണ്ട്. ഭോഗങ്ങളുടെ നടുവിൽ പരമചൈതന്യത്തെ മറക്കുന്നവർ വേദനയുടെയും ദുഃഖത്തിന്റെയും കാലത്ത് ആ ചൈതന്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ലഭിക്കുന്നതും ചെയ്യുന്നതിലെ നിരർത്ഥകതയും കുറ്റബോധവും ദർശനമായി ഇവിടെയുണ്ട്. ഇപ്രകാരം ഒരു സൂഫി ദർശനം കൂടി ബഷീറിന്റെ ചിന്തയിൽ ഇവിടെ കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ അനർഘ നിമിഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിതത്തിനും മരണത്തിനിടയിലുള്ള ആ ഒരു നിമിഷമാണോ? ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള നിമിഷമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട അപഗ്രഥന ചോദ്യങ്ങള്: ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം ലേഖകന്റെ മാനസിക സംഘർഷത്തിന്റെ വ്യാപ്തി കാണിക്കുന്നു. വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അനർഘ നിമിഷം ഒരു ഗദ്യ കവിതയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവില്ല. പാഠഭാഗത്തെ വൈകാരികാംശം, പദവിന്യാസം, പ്രയോഗഭംഗി, ബിംബകൽപ്പന ഇവ പരിശോധിച്ച് ആസ്വാദന കുറിപ്പ് എഴുതുക തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ കഥയ്ക്കകത്ത് വരുന്നത്. അപ്പൊ ഇത് ഏകദേശം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കും. അടുത്ത് കിളിക്കൊഞ്ചൽ പറയുന്നത് വള്ളത്തോളിന്റെ കിളിക്കൊഞ്ചൽ എന്നുള്ള കവിതയുടെ ഒരു പഠനമാണ് ലീലാവതി ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ആ സീതയുടെ ഓരോ അവസ്ഥ, ആ അവസ്ഥയെ വരുംകാലത്തെ ഭാവിയിലെ അവസ്ഥയുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കുഞ്ചലിലൂടെ അമ്മയുടെ ആനന്ദാതിരേകത്തെ ഹൃദയസ്പർശിയായി വള്ളത്തോൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഉമ്മ വച്ച് ആനന്ദിക്കാൻ തോന്നുന്ന
ശൈശവ കോമളതയാണ് സീതയ്ക്ക്. കാറ്റിൽ പറക്കുന്ന പൂവ് പോലും ഉദ്യാനങ്ങളിൽ പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ലാവണ്യ ഭംഗി വർണ്ണനയ്ക്കും അതീതമാണെന്ന് കിളിക്കൊഞ്ചൽ പഠനത്തിൽ എം ലീലാവതി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ലീലാവതി സീതയെക്കുറിച്ച് വരച്ച ചിത്രം എന്താണ്, അതിലൂടെ കവി വിനിമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പം, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വരിയാണ് ബന്ധുരക്കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അത് കവിതയിൽ എന്താണ് ധ്വനി എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായിത്തീരുന്ന മനോഹര മുഹൂർത്തത്തിൽ മൈക്കണ്ണി ചിമ്മി സമാധിയിൽ ഗാർഗി മാതാവായി മാറുന്ന അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാജർഷിയുടെ കൊട്ടാരത്തിൽ ആത്മീയ ചൈതന്യം കൈവന്ന പോലെയായി. ശൈശവത്തിന്റെ ഓരോ പാവവും പ്രത്യക്ഷവുമായും പരോക്ഷവുമായി അഭിനയിച്ചു തീർക്കുകയാണ് സീത. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പൗഢ്യത്തുകളെ ആത്മധൈര്യത്തോടെ നേരിടാൻ കരുത്ത് നേടുകയാണെന്ന് പോലും കവി ഇവിടെ പ്രവചിക്കുന്നു. കൊട്ടാരക്കെട്ടിന്റെ മരച്ചില്ലയിൽ വന്നെത്തിയ രണ്ടോമന തത്തകൾ രാമനെ കൊണ്ട് വേൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിശുസഹജമായ ഓമനത്തത്തിൽ സീത ചോദിക്കുന്നു, എന്തിനാണമ്മേ ആ അസത്ത് കിളികൾ രാമനെ കൊണ്ടെന്നെ വേൽപ്പിക്കണമെന്ന് പറയുന്നത്? വേലി എന്തെന്നറിയാത്ത കുട്ടിക്ക് തോന്നുന്ന ശിശുസഹജമായ ലാവണ്യം, മാധുര്യം, നിഷ്കളങ്കത ഇത്യാദി ഗുണവിശേഷത്തെ ധ്വനിപ്പിക്കുവാൻ വേറെ പദങ്ങൾ ആവശ്യമില്ല. ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമസുന്ദരമായ ഒരു സൃഷ്ടിയായി തീർത്തിരിക്കുന്നു എന്നും ലീലാവതി ടീച്ചർ ഇവിടെ അഭിപ്രായപ്പെടുന്നു. കുമാരനാശാന്റെ ലീല എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് 4ാമത്തെ പാഠഭാഗമായി ഇവിടെ പഠിക്കാനുള്ളത്. പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. ഇവിടെ ഈ ലീലയും മദനനുമാണ് ഇവിടെ നായികാനായകന്മാരായിട്ട് വരുന്നത്. അവിടെ ഒരു കഥ അനാവരണം ചെയ്യുന്നുണ്ട്. സുന്ദരിയും ഗുണസമ്പന്നയുമായ ലീല ഉദയപുരത്തെ അർത്ഥപാലകൻ എന്ന കച്ചവട പ്രമുഖന്റെ മകളായിരുന്നു. രൂപം കൊണ്ടും ഗുണമഹിമ കൊണ്ടും തനിക്കിണങ്ങിയ മദനനെ അവൾ തീവ്രമായി പ്രണയിച്ചു. പക്ഷേ അർത്ഥപാലൻ ഒരു കച്ചവട യാത്രക്കിടയിൽ ലീലയെ സമ്പന്നനായ മറ്റൊരു വർത്തക പ്രമാണിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തു. സമുദായക്രമവും അസ്വാതന്ത്ര്യവും നിമിത്തം ലീലയ്ക്ക് അച്ഛനെ അനുസരിക്കേണ്ടി വരുന്നു. ഭർത്താവിന്റെ കൂടെ ജീവിച്ചു വരുമ്പോഴും അവളുടെ ഹൃദയം മദനന്റെ കൂടെയായിരുന്നു. യഥാർത്ഥ പ്രണയത്തിന്റെ ഗതി മാറ്റാൻ ഒരു ശക്തിക്കും പറ്റില്ലല്ലോ. വിധി എന്നല്ലാതെ എന്തു പറയാൻ. ഏറെക്കാലം കഴിയും മുമ്പേ ലീലയുടെ ഭർത്താവ് മരണമടഞ്ഞു. സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തിയ ലീല അച്ഛനമ്മമാരുടെ മരണവൃത്താന്തമാണ് അറിയുന്നത്. കളവറിച്ച വയലിൽ മുളപൊങ്ങും പോലെ മദനനോടുള്ള അവളുടെ അനുരാഗം തിരിനീട്ടി തെളിഞ്ഞു. ബാല്യം മുതൽ തന്റെ തോഴിയായ മാധവി ലീലയോട് മദനനെ കുറിച്ച് താൻ അറിയുന്ന വിവരങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ലീലയുടെ വിവാഹത്തിന് ശേഷം മാനസിക വിഭ്രാന്തിയിലായി നാടുപേക്ഷിച്ച് വിന്ധ്യാവനത്തിൽ ലീലയുടെ പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് മദനൻ അലഞ്ഞു നടക്കുകയാണ്. പ്രിയതമന്റെ ദുരവസ്ഥ അറിഞ്ഞ ലീല മാധവിയോടൊപ്പം വിന്ധ്യാതടത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. ക്ലേശകരമായ അലച്ചിലിനൊടുവിൽ അവർ വനമധ്യത്തിൽ വെച്ച് മദനനെ കണ്ടെത്തുന്നു. ക്ഷീണിച്ചെല്ലും തോലുമായി ഭ്രാന്തനായി അലയുന്ന മദനനെ ലീല മാറോടണയ്ക്കുന്നു. ഒന്നും തിരിച്ചറിയാത്തവനെങ്കിലും എല്ലാം നേടിയവനെ പോലെ മദനൻ ഓടി അകന്ന് രേവാ നദിയിലേക്ക് കുതിച്ചു ചാടുന്നു. ലീലയും പ്രിയതമനെ അനുഗമിച്ച് നദിയിൽ ചാടി ആത്മത്യാഗം ചെയ്യുന്നു. ഈ ഒരു ഇതിവൃത്തമാണ് ലീലയിൽ. അപ്പൊ ഇവിടെ ലീലയോട് തോഴി പറയുകയാണ്, പ്രണയപരവശയെ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മദനനുണ്ട് എന്ന് ലീലയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിന്റെ ഓരോ ശ്ലോകങ്ങളായിട്ടുള്ള വ്യാഖ്യാനം പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
ചോദ്യങ്ങളാണ് ഇവിടെ കടന്നു വരുന്നത്. അതുപോലെ 8 മാർക്കിനുള്ള ഒരു വിലയിരുത്തൽ ചോദ്യം. പാഠഭാഗത്തെ ലീല എന്ന കഥാപാത്രത്തിന്റെ മാനസിക ഭാവങ്ങൾ വിശകലനം ചെയ്ത് ഉപന്യാസം രചിക്കുക. ഇതിനകത്ത് ഇതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരങ്ങൾ എഴുതുവാനും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അതുപോലെ ആശാൻ കവിതകളുടെ പ്രത്യേകതകൾ ചോദിച്ചാലും എഴുതാനായിട്ട് ശ്രമിക്കുക.